മലയാള സിനിമയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമെന്ന ഖ്യാതിയുമായി പുലിമുരുകൻ ഇന്ന് 8 മണി മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിച്ചു തുടങ്ങി. രാജ്യമൊട്ടാകെ 331 സ്ക്രീനുകളിലാണ് പുലിമുരുകൻ പ്രദർശിപ്പിക്കുന്നത്. ഇതിൽ 214 സ്ക്രീനുകൾ കേരളത്തിൽ നിന്ന് മാത്രമാണ്. ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാണ്ഡ റിലീസാണിത്. ഇതൊരു റെക്കോർഡുമാണ്. വൻ പ്രീ ബുക്കിംഗ് ആണ് ചിത്രം നേടിയത്. ഇന്നത്തെ ഒട്ടുമിക്ക പ്രദർശനങ്ങളും ഹൗസ്ഫുള്ളാണ്. പല തിയേറ്ററുകളും എക്സ്ട്രാ ഷോകൾ നടത്തപ്പെടുന്നു. നാളെ പുലർച്ചെ വരെ ചില കേന്ദ്രങ്ങളിൽ പ്രദർശനമുണ്ട്. ഇന്ന് തന്നെ ഏകദേശം 900 പ്രദർശനങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രം നടത്തപ്പെടും എന്നാണ് കരുതപ്പെടുന്നത്. ആദ്യ ദിന കളക്ഷൻ റെക്കോർഡുകളെല്ലാം പുലിമുരുകൻ പഴങ്കഥയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാകുന്ന കാഴ്ചയാണ് മിക്ക കേന്ദ്രങ്ങളിലും ഇന്ന് വെളുപ്പിന് മുതൽ കാണപ്പെടുന്നത്. മിക്ക കേന്ദ്രങ്ങളിലും ചെണ്ടമേളവും ഘോഷയാത്രയും മോഹൻലാലിന്റെ വമ്പൻ കട്ടൌട്ടുകളും പാലാഭിഷേകവും ഒക്കെയാണ് അരങ്ങേറുന്നത്. വടക്കൻ ജില്ലകളിലെ ചില കേന്ദ്രങ്ങളിൽ ഫാൻസിന്റെ നേതൃത്വത്തിൽ പുലികളി അരങ്ങേറി. ചിത്രത്തിന്റെ ആദ്യ 15 മിനിറ്റുകൾ ഗംഭീരമെന്നാണ് ആദ്യ പ്രതികരണങ്ങൾ ലഭിക്കുന്നത്. സംഘടന രംഗങ്ങൾ വേറെ ലെവൽ ആണെന്നും പ്രത്യേകിച്ച് മോഹൻലാലും കടുവയും തമ്മിലുള്ള സംഘടനകൾ അതിഗംഭീരമെന്നുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. മികച്ച വിഷ്വലുകളും കാനന സൗന്ദര്യം ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചിത്രീകരണവും ചിത്രത്തെ മനോഹരമാക്കുന്നു. ഇന്റർവെൽ ബ്ലോക്കും വളരെ ഗംഭീരമാണ്. കോമഡി ഉണ്ടെങ്കിലും അത്രയ്ക്ക് നല്ലതല്ല എന്നും ഗ്രാഫിക്സിലും ചില പോരായ്മകൾ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ രണ്ടാം പകുതി അതിഗംഭീരമെന്നാണ് റിപ്പോർട്ടുകൾ. മോഹൻലാലും കമാലിനി മുഖർജിയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ നന്നായിട്ടുണ്ടെന്നാണ് അഭിപ്രായം. വളരെ നല്ല രീതിയിൽ പറഞ്ഞു പോകുന്ന സംഭവബഹുലമായ രണ്ടാം പകുതിയും തകർപ്പൻ ക്ലൈമാക്സും ചിത്രത്തെ വൻ വിജയമാക്കി മാറ്റുമെന്ന് പ്രേക്ഷകർ പറയുന്നു. ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറുമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.